പഴയുടെ നമ്പൂതിരിയുടെ സദ്യ കഴിച്ചിട്ടുള്ളവർക്ക് അറിയാം അവരുടെ ഒരു സാമ്പാറിൻ്റെ ഒരു ടേസ്റ്റ്. അപ്പോഴേ നമുക്കിന്ന് ആ ഒരു സാമ്പാർ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ അതിനായിട്ട് നമുക്ക് ആദ്യമേ പരിപ്പ്, മഞ്ഞൾപ്പൊടി, ഉപ്പും പച്ചമുളകും ഇട്ട് ഒന്ന് വേവിച്ചെടുക്കാം. ഇതേ സമയത്ത് വേറൊരു പാനിനകത്തേക്ക് കുറച്ച് വെളിച്ചെണ്ണ ചൂടാക്കുക. അതിനകത്തേക്ക് നമുക്ക് ആവശ്യമുള്ള വെജിറ്റബിൾ എല്ലാം ഇട്ടിട്ട് കുറച്ച് കറിവേപ്പില, ഉപ്പും ഇട്ടിട്ട് ഒന്ന് വേവിച്ചെടുക്കാം. നമ്മൾ ഈ പച്ചക്കറി വേവാനായിട്ട് എക്സ്ട്രാ വെള്ളമൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല കേട്ടോ. നമ്മൾ ഈ വെളിച്ചെണ്ണയിൽ തന്നെയാണ് ഈ പച്ചക്കറി വേവിക്കുന്നത്. അതിനുശേഷം നമുക്ക് തക്കാളിയും അതുപോലെ തന്നെ വെണ്ടയ്ക്കയും ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഇതിനകത്തേക്ക് മഞ്ഞൾപ്പൊടി, 1/4 സ്പൂൺ മല്ലിപ്പൊടി, മുളക് പൊടി, 1.5 സ്പൂൺ സാമ്പാർ പൊടി, പിന്നെ നമുക്ക് കുറച്ച് പുളിവെള്ളത്തോട് ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അതിനുശേഷം വേവിച്ച് ചെയ്യുന്ന പരിപ്പും ആവശ്യത്തിന് വെള്ളവും ചേർത്ത് കൊടുക്കുക. ഇനി നമുക്ക് കുറച്ച് കായപ്പൊടിയും കുറച്ച് മല്ലിയിലയും കൂടി ചേർത്ത് കൊടുക്കാം. നമുക്ക് ഇതിനകത്തേക്ക് നല്ല കടുക് താളിച്ചു കൊടുക്കാം. അതിനായിട്ട് വെളിച്ചെണ്ണയിലേക്ക് കടുക്, ചെറിയ ഉള്ളി, വറ്റൽമുളക്, കറിവേപ്പില ഇതെല്ലാം നന്നായിട്ട് മൂപ്പിച്ചിട്ട് സാമ്പാറിലേക്ക് താളിച്ചു കൊടുക്കാം. ഇപ്പം തന്നെ അടിപൊളി ഒരു മണം വരുവേ. ഇത് നല്ല ചൂട് ചോറിനൊപ്പം ഒഴിച്ച് കഴിക്കുന്ന അടിപൊളി ടേസ്റ്റാണ്.